പി അൻവർ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച മഹാനായ ഗാന്ധിയനാണ് എന്നാണ് കോൺഗ്രസുകാരുടെ വൈപ്പ്. അൻവർ ആരാണെന്നും എന്താണെന്നും ഒക്കെ കേരള രാഷ്ട്രീയം എന്താണ് പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം അൻവർ എന്താണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് അതിവിദൂരമൊന്നും വേണ്ട. അൻവറിന്റെ ഇന്നലത്തെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമുക്ക് ഈ വാർത്താ ശകലം ഒന്ന് കേട്ടു നോക്കാം. ഞാൻ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എവിടെയാണോ UDF ലീഡർഷിപ്പിനോട് മത്സരിക്കണം എന്ന് പറയുന്നിടത്ത് മത്സരിക്കും. ഞാൻ എന്റെ നയം വ്യക്തമാക്കിയില്ല. 140 മണ്ഡലമാണല്ലോ കേരളത്തിലുള്ളത്. ഈ 140 മണ്ഡലത്തിൽ UDF ലീഡർഷിപ്പ് അൻവർ നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിങ്ങൾ ക്യാമ്പയിനർ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും. ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുക എന്നതിലപ്പുറം എന്നെ സംബന്ധിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പുറത്തു വന്നത്. എന്റെ നിലപാട് ഇപ്പോഴും ആ വിഷയത്തിൽ അത് തന്നെയാണ്. ഞാൻ മത്സരിക്കുകയോ ഞാൻ ജയിക്കുകയോ ചെയ്യുക എന്നതിലപ്പുറം പിണറായിസത്തെയും മരുമാനിസത്തെയും അവസാനിപ്പിക്കാൻ UDFനോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക എന്നതാണ് ആത്യന്തികമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. നിരുപാധിക പിന്തുണ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ സീറ്റ് വേണം ഈ സീറ്റ് വേണം എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഉദിക്കുകയില്ല. അതിലെങ്ങനെയാണോ UDFന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം UDF എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. അൻവർ പറഞ്ഞ വാക്കുകൾ എന്താണ്? അൻവർ പറയുന്നത് ഭൂതകാലം കഴിഞ്ഞുപോയി, കഴിഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു, ഇനി വിളിക്കുന്നത് ഭാവിയാണ്. അതുകൊണ്ട് UDFന്റെ അസോസിയേറ്റ് അംഗത്വം സ്വീകരിച്ച് ഞാൻ അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്നാണ് അൻവർ പറയുന്നത്. അൻവറിനെ എടുത്ത് തോളത്ത് വെച്ചവർക്കൊക്കെ പണ്ട് കടി കിട്ടിയിട്ടുണ്ട്. VD സതീശൻ അൻവറിനെ കുറച്ചു കാലം ഒക്കെ അകറ്റി നിർത്തിയെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അൻവർ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഗുണം കിട്ടും എന്നൊക്കെ ആയിരുന്നു VD സതീശന്റെ ഒക്കെ സ്വപ്നം. പക്ഷേ അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് അവിടെ സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി. അതുകൊണ്ട് അൻവർ UDF ബാന്ധവം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ചു. പക്ഷേ ആ സ്വതന്ത്ര കാൻഡിഡേറ്റായി മത്സരിച്ച അൻവർ ഏകദേശം 19,970 വോട്ടുകൾ കരസ്ഥമാക്കി അവിടെ ശക്തി തെളിയിച്ചു. എന്നാൽ അൻവർ ആ ശക്തി നിലനിർത്തണമായിരുന്നല്ലോ. തൃണമൂൽ കോൺഗ്രസ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 11 സ്ഥാനാർത്ഥികളെ നിർത്തി. 11 പേരും 8 നിലയിൽ പോയി. അപ്പോ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുമല്ലോ. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ് ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 6-7 മാസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ ഇടവേള കൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ കട്ടയംപടവും കേരളത്തിൽ മടങ്ങി. അതുകൊണ്ടാണ് അൻവറിന് മനസ്സിലായി ഇപ്പോൾ നടുകടലിലാണ് കിടക്കുന്നത്, ഒരു തുള്ളിയൊട്ട് കുടിക്കാൻ പറ്റില്ല. കാരണം ഉപ്പുവെള്ളമാണ്, ഒരു തുള്ളിയൊട്ട് കുടിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും UDFന്റെ പടിവാതിൽക്കൽ പാണ്ടു കിടന്നാൽ മാത്രമേ തനിക്ക് ഗതി പിടിക്കുകയുള്ളൂ എന്ന് അൻവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഒരു കുറുക്കു വഴിയും അൻവർ സ്വീകരിച്ചു. വേറൊന്നുമല്ല, കുഞ്ഞാലിക്കുട്ടിയുടെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും കാലി പിടിച്ചു പറഞ്ഞു, എങ്ങനെയെങ്കിലും തൃണമൂൽ കോൺഗ്രസിനെയും എന്നെയും നിങ്ങളുടെ അസോസിയേറ്റ് അംഗത്വമെങ്കിലും തന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി അലയേണ്ടി വരും. ഇടയ്ക്ക് കുറെ കാലം വലഞ്ഞു തിരിഞ്ഞ് നടന്നു. പല രാഷ്ട്രീയ കക്ഷികളുടെയും വാതിൽപ്പുറങ്ങളിൽ മുട്ടി. DMKയിൽ മുട്ടി, അതുപോലെ സമാജ്വാദി പാർട്ടിയിൽ പോയി മുട്ടി, കോൺഗ്രസിൽ ചേരാൻ വേണ്ടി കുറെ കാലം മുട്ടി നോക്കി. പക്ഷേ രമേശ് ചെന്നിത്തലയും K സുധാകരനും ഒക്കെ അൻവറിന്റെ വരവിനെ സ്വാഗതം ചെയ്യുമ്പോൾ VD സതീശൻ വാതിൽ കൊട്ടിയടച്ചു. കാരണം മറ്റൊന്നുമല്ല, VD സതീശനെതിരെ നിയമസഭയിൽ ഏകദേശം 50 കോടി രൂപയുടെ ഒരു അഴിമതി ആരോപണം അൻവർ ഉന്നയിച്ചിരുന്നു. ആ കലിപ്പ് VD സതീശന് ഇപ്പോഴും ഒതുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അസോസിയേറ്റ് അംഗത്വം കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അൻവർ മുമ്പ് എന്തൊക്കെയാണ് വാദിച്ചിരുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, തനിക്ക് 2 നിയമസഭാ സീറ്റുകൾ വേണം, മറ്റൊന്ന് മന്ത്രിസ്ഥാനം വേണം, പിന്നെ കോർപ്പറേഷനുകളിലും ബോർഡുകളിലും തന്റെ പാർട്ടിക്കും തന്റെ ആളുകൾക്കും തനിക്ക് വ്യക്തിബന്ധമുള്ള വ്യക്തികൾക്കും നിർണായകമായ സ്ഥാനമാനങ്ങൾ നൽകണം. ഇതൊക്കെയായിരുന്നു അൻവറിന്റെ ആദ്യകാലത്തെ ആഗ്രഹങ്ങൾ. പക്ഷേ എന്ത് ചെയ്യാം, അതൊന്നും നടന്നില്ല. കാരണം ആ VD സതീശനെ തെറി വിളിച്ചതും പിണറായിയേക്കാൾ മോശമാണെന്ന പരാമർശവും ഒക്കെ കോൺഗ്രസ് അൻവറെ അകറ്റി നിർത്തി. ത്രിതല പഞ്ചായത്തിന്റെ ഇലക്ഷൻ സമയത്തെങ്കിലും തന്നെ ഒപ്പം കൂട്ടുമെന്നൊരു ആഗ്രഹം, ഒപ്പം കൂട്ടിയേക്കുമെന്നൊരു മോഹമൊക്കെ അൻവറിനുണ്ടായിരുന്നു. പക്ഷേ വാർത്താ മാധ്യമങ്ങൾ പോലും അൻവറിന്റെ ഒരു കാര്യവും കാര്യമായി റിപ്പോർട്ട് ചെയ്തില്ല എന്ന് വേണം പറയാൻ. കാരണം അവർ പോലും ഒരു സ്ഥലത്തും പോയി അൻവറിന്റെ പ്രസംഗം എടുക്കാനോ അങ്ങനെയൊന്നും പോയി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിച്ചില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ ഭൂതകാലം മറന്നു. ഇനി അൻവറിന്റെ ഭൂതകാലം ഓർത്തിരിക്കുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ മനുഷ്യരായിരിക്കാം. അൻവർ സ്വന്തം ഭൂതകാലം മറന്നു. ഇനി ഭാവിയിലെ ക്ഷണം സ്വീകരിച്ച് UDFന്റെ പടിവാതിൽക്കൽ ചെന്ന് ചേക്കേറിയിട്ടുണ്ട്. ഇനി
UDF പി വി അൻവർ മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കാരണം ഇവരിങ്ങനെ വലിയ ഗെയിം പ്ലാനൊക്കെ നടത്തി പി വി അൻവറിനെയും സി കെ ജാനുവിനെയും വിഷ്ണുപുരത്തെയും ഒക്കെ ഒപ്പം കൂട്ടി നടക്കാൻ പോയിട്ട് വിഷ്ണുപുരം കാലുവാരി അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ തനിക്ക് തന്ന കത്തൊന്ന് പുറത്ത് കാണിക്ക്, എനിക്ക് UDF പ്രവേശനം വേണ്ട എന്ന് വിഷ്ണുപുരം തുറന്നടിച്ചിട്ടുണ്ട്. പക്ഷേ പി വി അൻവറിനും സി കെ ജാനുവിനും മറ്റൊരിടത്ത് ചെന്ന് കയറാൻ ഒരു ഇടമില്ലാതെ, ചെന്നിരിക്കാൻ ഒരു തണലില്ലാതെ ആകെ വിഷമിക്കുന്ന അവസരത്തിൽ UDF പറഞ്ഞു, പുറംവാതിലിൽ നിങ്ങൾ കിടന്നോളൂ, അല്ലെങ്കിൽ ആ ഔട്ട് ഹൗസിൽ നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഇവർക്ക് മുന്നണി യോഗങ്ങളിൽ പോലും പങ്കെടുക്കാൻ അർഹതയില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഏതായാലും പി വി അൻവർ ഭാവിയുടെ വിളികേറ്റ് സ്വന്തം ഭൂതകാലം ഉപേക്ഷിച്ചത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുമോ, രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിക്കുമോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. നമുക്ക് അപ്പോൾ കാണാം പി വി അൻവർ അങ്ങനെ പെരുമാറുമെന്ന്.